ഹൗ ടു ഇംപ്രസ് എ ഗേൾ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചോദ്യം പെൺകുട്ടികളോടാണ്. നിങ്ങൾ ഇംപ്രസ് ചെയ്യാൻ ആൺകുട്ടികൾ എന്തൊക്കെ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഇത് ആൺകുട്ടികൾക്ക് ഉപകാരപ്പെടും. നിങ്ങൾ എന്തായാലും ഈ വീഡിയോ കാണണം. അപ്പോൾ ഇതിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യണം. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ്, ഫേസ്ബുക്ക് പേജ് എല്ലാവരും ഫോളോ ചെയ്യണം. യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സോ ലെറ്റ്സ് ചെക്ക് പബ്ലിക് ഒപ്പീനിയൻ. ഹൗ ടു ഇംപ്രസ് എ ഗേൾ. ഗേളോ? ലൈക്ക് നിങ്ങൾ ഇംപ്രസ് ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്? ഫോർ മീ ഐ തിങ്ക് ക്യാരക്ടർ തന്നെയാണ്. ക്യാരക്ടർ കണ്ട് ഇംപ്രസ് ചെയ്യാം. എന്നാലും നമുക്ക് പെട്ടെന്ന് ഒരാളുടെ ക്യാരക്ടർ കണ്ടാൽ ഇംപ്രസ് ആവുന്നല്ലോ. ലൈക്ക് മനസ്സിലാവത്തില്ലല്ലോ. എനിക്ക് ഐ തിങ്ക് സ്മെല്ലായിരിക്കണം. പിന്നെ ലൈക്ക് പെർഫ്യൂം, നല്ല സ്മെല്ലായിരിക്കണം. മേക്ക് സെൻസ്. നമ്മൾ നല്ല സ്മെല്ലായി ഒബ്വിയസ്ലി. How to impress a girl? Actually, impress ചെയ്യാൻ പ്രത്യേകിച്ച് just express your feelings. Basically, boys feelings express ചെയ്യാറില്ല. Around 1 year മൊത്തമേ അവർ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാറുള്ളൂ. ദാറ്റ് ഇസ് ദ മെയിൻ പോയിന്റ് ഓഫ് ബ്രേക്കിംഗ് അപ്പ് റിലേഷൻഷിപ്പ്, റൈറ്റ്? ഫീലിങ്സ് മാറുന്നു, ചേഞ്ച് ചെയ്യുന്നു. ഇപ്പം ഗേൾസ് അങ്ങനെയല്ല. അവർക്ക് റിലേഷൻഷിപ്പ് തുടക്കം മുതൽ അവസാനം വരെ എക്സ്പ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ദാറ്റ്സ് ഹൗ യു എക്സ്പ്രസ് അവർ ഫീലിങ്സ്. ബട്ട് ബോയ്സ് അങ്ങനെയല്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ അവർ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് എക്സ്പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രോബ്ലം സോൾവ് ആണ്. മിക്ക ബ്രേക്കപ്സിന്റെ റീസൺ അതാണ്. അപ്പോൾ ഏറ്റവും ഒരു പെൺകുട്ടീനെ ഇംപ്രസ് ചെയ്യാൻ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാം. ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാം, നല്ല രീതിയിൽ എക്സ്പ്രസ് ചെയ്യാം. ടോക്സിക് രീതിയിലോ അല്ല പുറകെ നടന്നോ ശല്യപ്പെടുത്തിയോ അതൊരു രീതിയല്ല. ജസ്റ്റ് എക്സ്പ്രസ് യുവർ ഫീലിംഗ് ദാറ്റ് യു ലവ് ഹർ, ആൻഡ് ഇഫ് ഷീ ലവ് യു ഷീ വിൽ അക്സെപ്റ്റ് യു ജസ്റ്റ് ഹൂ യു ആർ. യു ഷുഡ് അക്സെപ്റ്റ് ഹർ ഫോർ ഹൂ ഷീ ഈസ് ടു. ആക്ച്വലി കുറേ റിലേഷൻഷിപ്പ് കണ്ടിട്ടുണ്ട്, ഗേൾസിനെ അക്സെപ്റ്റ് ചെയ്യാറില്ല. കുറച്ച് നാളാകുമ്പോഴേക്കും അവരുടെ സ്വഭാവം അടുത്ത് വരും. അപ്പോൾ ഗേൾസിൻ്റെ ഒബ്വിയസ്ലി അവർ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി പല രീതിയിൽ അവർ ചെയ്ത് നോക്കും ഫീലിങ്സ് കിട്ടാൻ വേണ്ടി. പക്ഷെ ഒന്നും നടപടി ആവില്ല. ബോയ്സിന് ഫീലിങ്സ് പോകും, അതോടെ ബ്രേക്കപ്പ് ആകും. അത് വളരെ ഒരു മോശമായിട്ടുള്ള അവസ്ഥയാണ്. എന്താ നമ്മൾ ചെയ്യേണ്ടത്? ആണുങ്ങൾ, നമ്മുടെ കേരളത്തിലെ ആൺപിള്ളേർക്ക് ഒരു ടിപ്സ് പറഞ്ഞു കൊടുക്കാമോ? അതിപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഇതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നാലും ഇപ്പം നിങ്ങളുടെ ഒരു പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ ഒരു പെൺകുട്ടി ഇൻട്രസ്റ്റ് ആവാൻ എന്തായിരിക്കണം ചെയ്യുന്നത്? ഒരു ഗ്രീൻ ഫ്ലാഗ് പോലെ. ഗ്രീൻ ഫ്ലാഗ് പോലെ. അതാണ് ഗ്രീൻ ഫ്ലാഗ്. അതാണ് ഒറ്റയടിക്ക് പറയാനുള്ളത്. ഞാൻ എൻ്റെ പെർസ്പെക്റ്റീവ് നോക്കിയാൽ നമ്മളെ മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. നിങ്ങൾക്ക് എങ്ങനെ ഗ്രീൻ ഫ്ലാഗിനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം, റെഡ് ഫ്ലാഗ്? ഗ്രീൻ ഫ്ലാഗ്. എന്തുകൊണ്ടാണ് ഗ്രീൻ ഫ്ലാഗ് എന്ന് പറയാൻ കാരണം? നമ്മുടെ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരാളാണല്ലോ പാർട്ട്ണർ എന്ന് പറയുന്നത്. പക്ഷെ നല്ലൊരു ആറ്റിറ്റ്യൂഡും റഗൻറ്റ് ആയിട്ടുള്ള ഒരു ടൈപ്പ്. ഇപ്പൊ നമ്മള് കൊറിയൻ ഡ്രാമിലൊക്കെ കാണുന്ന റഗൻ CEO ടൈപ്പ് അങ്ങനൊന്നും ഇഷ്ടമല്ല. ഇല്ല, നമ്മള് ഭയങ്കര ഇന്നസെന്റ് ആയിട്ട് ഒരാളെ ഇഷ്ടം. പ്രത്യേകിച്ചൊന്നും ചെയ്യാറൊന്നുമില്ല. പ്രത്യേകിച്ചൊന്നും ചെയ്യണ്ട, ചുമ്മാ വന്ന് നിന്നാ മതിയാവും. എന്നാലും എന്തെങ്കിലും ചെയ്ത് നമ്മൾ ഇൻട്രസ്റ്റ് ആവല്ലോ. ചിലവര് പറയില്ലേ, മുടി കണ്ടിട്ട് ഇംപ്രസ്ഡ് ആവും, അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡ് കണ്ടിട്ട് ഇംപ്രസ്ഡ് ആവും. അങ്ങനെ സംസാരമൊക്കെ കണ്ട് ഇംപ്രസ് ആവാറുണ്ട്. അതിന് ഇംപ്രസ് ആയിട്ടുണ്ടോ സംസാരം കേട്ടിട്ട്? നോർമലായിട്ടുള്ള രീതിയിലൊക്കെ. ഏത് ഭയങ്കര സോഫ്റ്റ് സ്വീറ്റ് സംസാരമാണോ അതോ? ഇല്ല, നല്ലപോലെ ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുന്ന ഒരു ക്യാരക്ടറാണ്. ഒരു ഇതിൽ വെച്ചിട്ട് അങ്ങനെ പെട്ടെന്ന് ഇംപ്രസ് ആവും. അപ്പൊ നന്നായി സംസാരിച്ച് പെട്ടെന്ന് ഇംപ്രസ് പെട്ടെന്ന് ഫ്രണ്ട്ലി ആവുന്ന ഒരു ക്യാരക്ടറാണ്. നന്നായിട്ട് ബിഹേവ് ചെയ്യും. ഏറ്റവും ഗുഡ് ബിഹേവിയർ ആയാൽ ഇൻട്രസ്റ്റ് ആവുന്നതാണോ തോന്നിയിരിക്കുന്നത്? ഞാൻ ഇംപ്രസ് ആവും. അക്കോർഡിംഗ് ടു എങ്ങനെ, ഗ്രീൻ ഫ്ലാഗ് ആണോ റെഡ് ഫ്ലാഗ് ആണോ ഏറ്റവും കൂടുതൽ നല്ലതാക്കി തോന്നിയിരിക്കുന്നത്? ഞാൻ ഗ്രീൻ ഫ്ലാഗിനാണ്. അതെന്താ? ഭയങ്കര നമ്മളിപ്പോൾ ഡ്രാമയിലൊക്കെ കാണുന്ന ഭയങ്കര അറോഗൻ CEO അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡ് CEO അങ്ങനെയൊന്നും ഇഷ്ടമല്ല? പറ്റത്തില്ല. ഗ്രീൻ ഫ്ലാഗ് ആണെങ്കിലേ പറ്റുള്ളൂ. നമ്മൾ ചിരിച്ച് സംസാരിക്കും. അല്ല, നിങ്ങളെ ഇംപ്രസ്ഡ് ആവാനോ? ഞങ്ങൾ ഇംപ്രസ്ഡ് ആവാൻ എന്താ, എനിക്കാണെങ്കിൽ ജസ്റ്റ് സംസാരത്തിലൂടെ തന്നെ ഇംപ്രസ്ഡ് ആയിക്കോളും. നന്നായി സംസാരിച്ചാൽ മതി എന്നാണ്. ഏറ്റവും ഭയങ്കര ഗുഡ് ടോക്കർ ആണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. അതാണ് അപ്പോൾ പെട്ടെന്ന് ഇംപ്രസ്ഡ് ആവുന്നതാണ്. അങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ? അനുഭവം ഇപ്പോൾ കസിൻസ് ഒക്കെ തന്നെ, ഒരു പരിചയമില്ലാത്ത ആൾക്കാരൊക്കെ തന്നെ ഒരു ഫംഗ്ഷനൊക്കെ പോയി കഴിഞ്ഞാൽ നന്നായി സംസാരിച്ച് അങ്ങനെ ഇൻട്രസ്റ്റ് ആവും. ഇപ്പം നല്ല കമ്പനിയാണ്. അങ്ങനെയൊക്കെ എനിക്ക് തോന്നുന്നത് ഇപ്പം ഒത്തിരി മോഡേൺ ആയിട്ടൊക്കെ നടക്കത്തില്ല, എന്നാലും ആൾക്കാർ നോക്കുന്ന ക്യാരക്ടറാന്ന് തോന്നുന്നു. ക്യാരക്ടർ വെച്ചാണ് ഒരു ഗേളിനെ ഇംപ്രസ് ചെയ്യാൻ. ഒരിക്കലും നമുക്ക് ലൈക്ക് ആളുടെ ആറ്റിറ്റ്യൂഡ് ഒന്നും കണ്ടിട്ടല്ല,
ആറ്റിറ്റ്യൂഡ് അല്ലോ എന്തേലും മോഡേൺ ആയെന്ന് പറഞ്ഞാലും പഴയ ഇതാന്ന് പറഞ്ഞാലും ക്യാരക്ടർ തന്നെയല്ല. എങ്ങനെയാണ് നിങ്ങൾക്ക് ഗ്രീൻ ഫ്ലാഗ് ടൈപ്പ് ആണോ അതോ റെഡ് ഫ്ലാഗ് ആണോ ഇഷ്ടം? ഗ്രീൻ. ഗ്രീൻ എന്താണ് ഗ്രീൻ? ഇപ്പൊ നമ്മള് ഡ്രാമയിലൊക്കെ കാണുന്ന അറോഗൻ CEO ടൈപ്പ് അങ്ങനെയൊന്നും ഇഷ്ടമല്ല, എപ്പോഴും ഗ്രീൻ ഫ്ലാഗ്. അല്ല ആവശ്യത്തിന് വേണം, ഓവർ ഓവർ I feel he should have a good personality and he should be sweet and kind and he should be good looking too. So you have a list of things, right? So have you met a person like with this characteristics? No, I haven't. No, you're waiting. Yeah. Okay. Let your waiting period over soon. Thank you. How to impress a girl? Yes. First of all, it's eyes. ഐസിൽ പെട്ടെന്ന് ഇംപ്രസ്ഡ് ആവുന്നു. Impressed out. എങ്ങനെ First. ചിരിക്കുന്നതാണോ അതോ സംസാരിക്കുന്ന കണ്ണാണോ? ഇങ്ങനെ ചോദിച്ചാ ചിലപ്പോ സംസാരിക്കുമ്പോ പിന്നെയും വേഗം ആവും. പക്ഷെ മെയിൻ ആയിട്ട് എനിക്ക് ഐസ് ആവും. ഞങ്ങളിപ്പോ ഒരാളെ നോക്കുമ്പോ പെട്ടെന്ന് ഐസിലോട്ട് ഫോക്കസ്ഡ് ആവുമല്ലോ. അതാണ് ഏറ്റവും പെട്ടെന്ന് ഇംപ്രസ്ഡ് ആവുന്ന ഒരു കാര്യം. റെസ്പെക്ട് ചെയ്താൽ അപ്പൊ തന്നെ ഇംപ്രസ്ഡ് ആവും. ഒരു ഫേക്ക് ആയിട്ട് കാണിക്കുന്നൊന്നും ഇഷ്ടമല്ല. റെസ്പെക്ട് ഫേക്ക് ആയിട്ട് കാണിക്കാതെ ജെന്യുവിൻ ആയിട്ട് നമ്മൾ സംസാരിച്ചാൽ മതിയോ? ആ.